ഇത് നോക്കിയാൽ സിമ്പിളായിരിക്കും. നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി വെക്കുന്നതിനേക്കാളും സിമ്പിളായിരിക്കും നെയ്പത്തിരി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹായ്, ഞാൻ സുധാ മഴമേഘ. ഇന്ന് നമ്മളിവിടെ ഒരു പുതിയ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയണ്ടേ? നെയ്പത്തിരിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം നമ്മൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ എന്തൊക്കെ അതിന് ആവശ്യമുണ്ടെന്ന് നോക്കാം. നമ്മൾക്ക് നെയ്പത്തിരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് മയം കിട്ടാനായിട്ട് കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 സ്പൂണ് റവ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് തേങ്ങയും കുറച്ച് ജീരകവും കൂടെ നമ്മൾക്കിതിലൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾക്ക് നെയ്യിൽ വഴറ്റാനായിട്ടാണ് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾക്ക് ഇടിയപ്പത്തിൻ്റെ പാകത്തിന് നമ്മൾക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഈ മൈദ മാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ആവശ്യമുള്ള റവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ഈ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിതിൽ തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾക്ക് ഈ മാവിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നമ്മൾക്ക് ഓരോ അരിപ്പൊടിൻ്റെ തരത്തിനനുസരിച്ചിട്ടായിരിക്കും വെള്ളം ഇത് വലിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾക്ക് എപ്പോഴും ചുടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇത് വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് കുഴച്ചെടുക്കാം. ഈ മാവൊന്ന് തണുത്തോട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് ആ തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ മതി, ഇങ്ങനെ പൊടിഞ്ഞ പോലെ നമ്മൾക്ക് മതി. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ആയിരിക്കണം പൊടിച്ചെടുക്കേണ്ടത്. ഇതുകൂടെ നമ്മൾക്ക് ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഈ മിക്സ് എല്ലാം കൂടെ വൃത്തിയായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ സ്പൂണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചാലേ വൃത്തിയായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ ഇനി കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ മാവ് ഒട്ടുമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച പോലെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ഈ മാവിൻ്റെ പാകം ഇങ്ങനെ ആയിരിക്കണം. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പം നമ്മൾക്കിതൊന്ന് വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് ഇങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾക്കിനി അടുത്തതായിട്ട് നെയ്യിൽ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾക്കിതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഈ മാവ് കുഴച്ചതിലേക്ക് ഈ വറുത്ത നെയ്യിനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കൊരു 1/2 സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല മയമുള്ള മാവാണ്. ഇനി നമ്മൾക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇത്ര വണ്ണമെങ്കിലും വേണം. ഒരുപാട് നൈസായി പോകരുത്, ഇത്രയെങ്കിലും വേണം. നമ്മൾക്കിനി ഇത് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾക്ക് പത്തിരി ചുട്ടെടുക്കാനുള്ള എണ്ണ ഒഴിക്കാം. നമ്മൾക്ക് ഈ പത്തിരി ചുട്ടെടുക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതും രുചിയും ഉണ്ടാവുക. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലോട്ട് പത്തിരി ഇട്ട് വറുത്തെടുക്കാം.
ഒരു ഭാഗം നന്നായിട്ട് ആയ ശേഷം നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ ആവട്ടെ, 2 വശവും മൊരിഞ്ഞ് വരണം. പത്തിരി 2 വശവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ നെയ്പത്തിരിൻ്റെ കൂടെ വിളമ്പാൻ നല്ല ചൂടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പം നമ്മുടെ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനൊപ്പം ചിക്കൻ കറി കൂടി വിളമ്പാം. നല്ല ചൂടുള്ള പഞ്ഞുപോലുള്ള കിടിലൻ നാടൻ ചിക്കൻ കറി. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അല്ലമ്മ? അതെ അതെ. അപ്പോൾ എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ ഇതായത്. കഷ്ടേ ഇല്ല. നമ്മൾ വിചാരിക്കും ഈ പത്തിരി ഉണ്ടാക്കുക എന്തൊക്കെ ഒരു സംഭവങ്ങളാണ് ഇതിൽ ചെയ്യണമെന്ന്. ചെയ്ത് നോക്കിയാൽ സിമ്പിളായിരിക്കും. നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി വെക്കുന്നതിനേക്കാളും സിമ്പിളായിരിക്കും നെയ്പത്തിരി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പം നമ്മുടെ നെയ്പത്തിരിൻ്റെ ഒപ്പം ഈ ചിക്കൻ കറിയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതും കൂട്ടി മുക്കി കഴിച്ച് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഫ്രണ്ട്സ്, ഇത് എൻ്റെ ബ്രദറാണ് മോനിഷ്. ഓക്കെ, മോനിഷ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇന്നിവിടെ അപ്രതീക്ഷിതമായിട്ട് വന്നാണ്. ഞങ്ങൾ പിടിച്ചിരുത്തി. കഴിച്ചു നോക്കണം, പറയണം കേട്ടോ മോനും. സൂപ്പർ സാധനം. ഇഷ്ടമായ? ഇതിലൂടെ ബീഫ് കൂടെ ഉണ്ട്, എങ്ങനെയുണ്ടാവും? രക്ഷയില്ല. ഇവിടെ വേറെ ഒരാളുണ്ട്. അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛാ? ചിക്കൻ കറി ബെസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. നെയ്പത്തിരി നമ്മൾ വീട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. കൂടെ ചിക്കൻ കറി. നല്ല കോമ്പിനേഷൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, നന്നായിരിക്കുന്നുണ്ട്.